യോഹന്നാനുണ്ടായ വെളിപാട്. മലയാളം ബൈബിളിൽ ആ പുസ്തകത്തിന്റെ പേരങ്ങനെയാണ്, യോഹന്നാനുണ്ടായ വെളിപാട്. ഈ വെളിപാട് പുസ്തകത്തിൽ ലോകാവസാനത്തെ കുറിച്ചുള്ള കുറെ പ്രവചനങ്ങളൊക്കെ പറയുന്നു. അതിലൊന്നാണ് 7 മുദ്രകൾ പൊട്ടിക്കുന്നതിനെ കുറിച്ചുള്ള വർത്തമാനം. അപ്പൊ അതിൽ ഈ 4 മുദ്രകൾ 4 കുതിരക്കാരുമായി ബന്ധപ്പെട്ടതാണ്. ഈ കുതിരക്കാരെ കുറിച്ചുള്ള അപ്പോകാലിപ്റ്റിക് വിവരണത്തിന്റെ ഒരു എതിർ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് 4 ഹോഴ്സ്മെൻ ഓഫ് നോൺ അപ്പോകാലിപ്സ് എന്ന് ഇവര് ആ വീഡിയോ ടാപ്പിൽ പേര് കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ അർത്ഥത്തിൽ ഈ 4 പേര് നവനാസ്തികതയുടെ 4 കുതിരക്കാരായി അറിയപ്പെടുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ പ്ലസ് 1 ഹോഴ്സ് വുമൻ, അങ്ങനെ ഒരാൾ കൂടുണ്ട്, ഒരു കുതിരക്കാരി അല്ലെങ്കിൽ ഒരു കുതിര പട്ടാളക്കാരി. അവരുടെ പേര് അയാൻ ഹിർസി അലി എന്നാണ്. അയാൻ ഹിർസി അലി സോമാലിയക്കാരിയാണ്, ജന്മം കൊണ്ട്. സോമാലിയ വിട്ടിട്ട് പിന്നെ ഡെൻമാർക്കിൽ കുടിയേറി. അവിടെ തിയോ വാൻ ഗോഷ് എന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകനുണ്ടായിരുന്നു. തിയോ വാൻ ഗോഷ് ലോകപ്രശസ്ത ചിത്രകാരനായ വിൻസെന്റ് വാൻ ഗോഷിന്റെ അനുജനാണ്. അപ്പൊ തിയോ വാൻ ഗോഷും അയാൻ ഹിർസി അലിയും ചേർന്നിട്ട് ഡെൻമാർക്കിൽ സബ്മിഷൻ എന്ന ഒരു ഷോർട്ട് മൂവി ചെയ്തു. അയാൻ ഹിർസി അലിയാണ് ഇതിന്റെ തിരക്കഥ, തിയോ വാൻ ഗോഷാണ് അത് ഡയറക്റ്റ് ചെയ്തത്. ഈ സിനിമ പുറത്തു വന്നതോടുകൂടി ഇവർക്കെതിരായി ശക്തമായ ചില പ്രവർത്തനങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ടായി. ഒരർത്ഥത്തിൽ അത്തരം വികാരങ്ങൾ എന്ന് പറയുന്നത് വളരെ ന്യായമാണ്. പക്ഷേ ശേഷം ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നേ. സബ്മിഷൻ എന്ന് പറയുന്ന ഈ സിനിമ, 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഷോർട്ട് മൂവി, ഹിജാബ് ധരിച്ച 4 സ്ത്രീകളുടെ കഥയാണ് പറയുന്നത്, അവരുടെ മോണോലോഗ്. അപ്പൊ ഹിജാബ് ധരിച്ചിട്ടുണ്ടെങ്കിലും അതൊരു പ്രത്യേക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു തുണിയാണ്. അവരുടെ ശരീരത്തിന്റെ മേൽ ഖുർആനിലെ ചില ആയത്തുകളൊക്കെ എഴുതി വെച്ചത്, അവരുടെ ശരീരത്തിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ചില സമയത്ത് ശരീരഭാഗം കാണുന്നു. അതിലൊന്ന് പിന്നെ എന്താണ്, ആർത്തവത്തെ സംബന്ധിച്ചുള്ള വിധിയാണ്, അതുമായി ബന്ധപ്പെട്ട ആയത്ത്. രണ്ടാമത്തത് റിജാലു ഖവാമൂന അലൻ നിസാ എന്ന് തുടങ്ങുന്ന വലാത്തി തഖാഫൂന നുശൂസഹുന്ന ഇദൂഹുന്ന എന്നതൊക്കെ ഉൾപ്പെടുന്ന ആയത്താണ്. അങ്ങനെ ഒരു 2-3 ആയത്തുകൾ ഇവരുടെ ശരീരത്തിൽ എഴുതി വെച്ചത്. അപ്പൊ ഈ അർത്ഥത്തിൽ ശരീരത്തിൽ ആയത്തുകളൊക്കെ എഴുതി വെച്ചിട്ട് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ മതനിന്ദ എന്ന് പറയാവുന്ന സ്വഭാവത്തിലുള്ള ഒരു സിനിമയായിരുന്നു സബ്മിഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ട് വികാരങ്ങൾ ഉണ്ടാവുക, എതിർപ്പുകൾ ഉണ്ടാവുക എന്നത് അസ്വാഭാവികമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതേസമയം തന്നെ അതിന്റെ ദൗർഭാഗ്യകരമായ പരിണതി എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന തിയോ വാൻ ഗോഷിനെ ഒരു കൂട്ടം ആളുകൾ കൊന്നുകളഞ്ഞു. കൊല്ലുക മാത്രമല്ല, അയാളുടെ ശരീരം കീറിയിട്ട് അയാളുടെ ഹൃദയത്തിനകത്തേക്ക് ഒരു കത്ത് നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. ആ കത്തിൽ അലിക്കുള്ള വധഭീഷണി കൂടി ഉണ്ടായിരുന്നു അത്രേ. അതേ തുടർന്ന് അവർ ഡെൻമാർക്ക് വിട്ട് അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിലേക്ക് പോയി അവിടെ വെച്ച് അവരുടെ ഈ വക പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കിയതിന്റെ ഫലമായിട്ടാണ് നവനാസ്തികതയുടെ കുതിരക്കാരി അല്ലെങ്കിൽ കുതിരപ്പട്ടാളക്കാരി എന്ന ഒരു പേര് അവർക്ക് കിട്ടിയത് എന്ന് പറയാം. അവരുടെ ആത്മകഥാപരമായിട്ടുള്ള 1-2 പുസ്തകങ്ങൾ, ഒന്ന് ഇൻഫിദൽ എന്നാണ് അതിന്റെ പേര്, രണ്ടാമത്തത് നൊമാഡ്. അവർ ഇത്തരത്തിലൊരു വഴിയിലേക്ക് എത്തിച്ചേരാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ ബാല്യകാലവുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നു. അതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് വേറെ വിശകലനം ചെയ്യാം. പക്ഷെ അതേസമയം തന്നെ നൊമാഡ് എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ, അത് ന്യൂ എത്തീസത്തിന്റെ ഒരു രാഷ്ട്രീയം എന്താണ് എന്നത് ഒരർത്ഥത്തിൽ വെളിവാക്കുന്ന ഒരു സംഭവമാണ്. വേറെയും കുറെ ഉദാഹരണങ്ങളുണ്ട്. നൊമാഡിന്റെ ആമുഖത്തിൽ അയാൻ ഹിർസി അലി പറയുന്നത് മുസ്ലിങ്ങളെ ഒന്ന് നന്നാക്കണം, വളരെ ഗുണകാംക്ഷയോടുകൂടി മുസ്ലിങ്ങളെ ഒന്ന് നന്നാക്കണം. ചില സംഗതികൾ അവരുടെ അടുത്ത് ഉള്ളിടത്തോളം കാലം പക്ഷെ അവർ നന്നാവില്ല. അതിലൊന്ന് അവരുടെ വിശ്വാസം തന്നെയാണ്. യുദ്ധക്കൊതിയനായ, ചോരക്കൊതിയനായ ഒരു ദൈവത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിനെതിരായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറി മൂവ്മെന്റ് വളരെ സജീവമാണ്.
അവർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം. അവർ പറയുന്നത് എനിക്കൊരു മതത്തിലും വിശ്വാസമില്ല, പക്ഷെ ക്രിസ്തു മതത്തിലെ സ്നേഹനിധിയായ ദൈവത്തെ പകരം വെച്ചാൽ മുസ്ലിങ്ങളുടെ ഈ ചോരക്കൊതിയനായ അള്ളാഹുവിന്റെ ബാധയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ പരിഷ്കരിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ക്രിസ്ത്യൻ മിഷണറി മൂവ്മെന്റ്. രണ്ടാമത്തത് അമേരിക്കയിലെ വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ്. ഇസ്ലാമിക വിശ്വാസങ്ങൾ എത്രത്തോളം അശാസ്ത്രീയമാണ് എന്നത് യാതൊരു തരത്തിലുള്ള മറയും കൂടാതെ പറയണം. അവിടെ ഉത്തരാധുനിക കാലത്ത് നിലനിൽക്കുന്നത് പോലുള്ള ബൃഹദാഖ്യാന വിരുദ്ധതയോ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രയുക്തിയെ ചോദ്യം ചെയ്യലോ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വത്വങ്ങളെയും വാദങ്ങളെയും അംഗീകരിക്കുന്ന നടപടിയോ ഒന്നും ഉണ്ടാവില്ല. വളരെ ഷാർപ്പായി, വളരെ കൃത്യമായി ഇസ്ലാമിന്റെ മൗലിക വിശ്വാസങ്ങളെ ആക്രമിച്ച് അത് അശാസ്ത്രീയമാണെന്ന് തെളിയിക്കണം. രണ്ടാമത്തെ മൂവ്മെന്റ് അമേരിക്കയിലെ വിദ്യാഭ്യാസ വകുപ്പാണ്. മൂന്നാമത്തത് ഫെമിനിസ്റ്റ് മൂവ്മെന്റ്. ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റിന് ചെയ്യാനുള്ളത് ഇസ്ലാമിക വിശ്വാസം ഏറ്റവും കൂടുതൽ ക്രൂരത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളോട്. ആകയാൽ ആ സംഗതി അവരെ ബോധ്യപ്പെടുത്തണം. ഇപ്പൊ മുസ്ലിം സ്ത്രീകളെ അവകാശബോധത്തിലേക്ക് ഉണർത്തുകയും ഇപ്പറയുന്ന ഖുർആനികമായിട്ടുള്ള ആശയങ്ങളും പരാമർശങ്ങളും ഒക്കെ എത്രത്തോളം മാരകമാണ് എന്നവരെ ബോധ്യപ്പെടുത്തുകയും. അപ്പൊ ഇതില് ഞാൻ പറയുന്നത് നവനാസ്തിക എന്നറിയപ്പെടുന്ന അലി 3 മൂവ്മെന്റുകളെ ചേർത്ത് വെച്ചപ്പോൾ അതിലൊന്ന് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ആയതിൽ അസ്വാഭാവികതൊന്നുമില്ല. പക്ഷെ ചെറിയൊരു ഐറണി അതിലുണ്ട്. കാരണം യഥാർത്ഥത്തിൽ ഈ നവനാസ്തികത അങ്ങേയറ്റം വലതുപക്ഷ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ഒരു മൂവ്മെന്റാണ്. ആ അർത്ഥത്തിൽ എല്ലാ സ്ത്രീവിരുദ്ധ സ്വഭാവവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈവൻ കേരളത്തിൽ പോലും പലരുടെയും പ്രസ്താവനകൾ ഫെമിനിസ്റ്റുകൾ അതിശക്തമായി വിമർശിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇരിക്കട്ടെ, അലി ഒരു സ്ത്രീ ആയതുകൊണ്ട് ഫെമിനിസ്റ്റ് മൂവ്മെന്റിനെ അവർ ചേർത്ത് പറയുന്നു. അതോട് ചേർത്ത് പറയുന്നത് അമേരിക്കയിലെ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തെയാണ്. മൂന്നാമത് അതിനോട് ചേർത്ത് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറി മൂവ്മെന്റിനെയാണ്. അപ്പോൾ ഈ 3 മൂവ്മെന്റും ചേർന്നിട്ട് ഇസ്ലാമിനില്ലാതെ. അപ്പൊ ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് വളരെ കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ അജണ്ട അടങ്ങിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. കാരണം അലിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുമതം എന്നത് അംഗീകരിക്കാവുന്ന ഒരു സംഗതിയല്ല. അലിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം മനസ്സിലാക്കണം, ക്രിസ്തുമതം എന്നത് അംഗീകരിക്കാവുന്ന ഒരു സംഗതിയല്ല. അതേസമയം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ക്രിസ്തുമതത്തെ ശക്തിപ്പെടുത്തുക, ക്രിസ്ത്യൻ മിഷണറി മൂവ്മെന്റിനെ ശക്തിപ്പെടുത്തുക എന്ന ഒരു രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് നവനാസ്തികതയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു ഉദാഹരണം മാത്രം പറയാം. എന്താണ് ഈ നവനാസ്തികത എന്ന് ചോദിച്ചാൽ, ജ്ഞാനശാസ്ത്രപരമായി അത് ക്ലാസിക്കൽ എത്തീസത്തിൽ നിന്ന് അത്രയൊന്നും വ്യത്യസ്തമല്ല. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവരെ എടുത്ത് പറയാറുള്ളത്. അതിലൊന്ന്, മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഘടകത്തെയും അംഗീകരിക്കാൻ പറ്റില്ല. മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ഭൗതികാതീതമായിട്ടുള്ള ഒരു ഘടകത്തെയും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു തീർപ്പ് പോലെ തന്നെ പ്രഖ്യാപിക്കണം. രണ്ടാമത്തെ സംഗതി, മതവിശ്വാസം തീർത്തും യുക്തിരഹിതം അഥവാ ഇറേഷണൽ ആണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, സാർവലൗകികവും നിഷ്പക്ഷവുമായ ഒരു മതാതീത ധാർമ്മികത നിലനിൽക്കുന്നുണ്ട്. സാർവലൗകികവും നിഷ്പക്ഷവുമായ ഒരു മതാതീത ധാർമ്മികത നിലനിൽക്കുന്നു. ഞാനവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 3 വാദങ്ങൾ ഈ സ്വഭാവത്തിൽ തന്നെയോ മറ്റു വിധത്തിലോ ഒക്കെ ക്ലാസിക്കൽ എത്തീസത്തിലും ഉള്ളതാണ്. പക്ഷെ അതേസമയം ഇത് മുന്നോട്ട് വെക്കുന്നതിലുള്ള ഇതിന്റെ ഒരു സമീപനവുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രകടമായ വ്യത്യാസമുള്ളത് എന്ന് കാണേണ്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ നവനാസ്തിക പ്രസ്ഥാനം എന്ന് പറയുന്നത് കൂടുതൽ അഗ്രസീവാണ്, കൂടുതൽ ആക്രാമകമാണ്, വളരെ മാരകമായ സ്വഭാവത്തിൽ ഒപ്പം നിന്ദ്യമായ സ്വഭാവത്തിലുമാണ് അവർ അവരുടെ വിമർശനങ്ങൾ അഴിച്ചുവിടാറുണ്ട്. ഇവരുടെ ഈ സമീപനത്തെ ഏറ്റവും ശക്തമായി വിമർശിച്ചിട്ടുള്ളത് ക്ലാസിക്കൽ എത്തീസ്റ്റുകൾ തന്നെയാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ക്ലാസിക്കൽ എത്തീസ്റ്റുകളും എത്തീസ്റ്റുകൾ തന്നെയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും മറ്റുമൊക്കെയാണ് ഈ നവനാസ്തികരെ ഏറ്റവും ശക്തമായി വിമർശിച്ചിട്ടുള്ളതും
ഏറ്റവും കടുത്ത ഭാഷയിൽ തന്നെ അവരെ തുറന്നു കാട്ടാൻ ശ്രമിച്ചിട്ടുള്ളതും എന്നുള്ളതും ശ്രദ്ധേയമാണ്. ക്ലാസിക്കൽ എത്തിയിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇവർ ചെയ്യുന്ന അപകടം അല്ലെങ്കിൽ ഇവർ ചെയ്യാൻ പോകുന്ന അപകടം എന്ന് പറയുന്നത് അത്ര ചെറുതൊന്നുമല്ല. മാത്രമല്ല, കാര്യങ്ങളെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ തന്നെ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി അവരുടെ ആ ഒരു പൊളിറ്റിക്കൽ വ്യൂ വെച്ചിട്ട് എന്താ പറയുക, അടിച്ചമർത്തപ്പെടുന്ന ഒരു എന്താണ് അമേരിക്കയിലൊക്കെ അങ്ങനെ എഫമേറ്റീവ് എന്നൊക്കെ പറയുന്ന ചില സമ്പ്രദായങ്ങൾ, അടിച്ചമർത്തപ്പെടുന്ന അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യം എന്ന് പറയുന്നത് ഇത് ഇന്ന് പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഒന്നാണ്. അതേസമയം അവിടെ ഇപ്പറയുന്ന ന്യൂ എത്തിയിസ്റ്റുകൾ അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത്. ഇതേ നിലപാട് തന്നെയാണ് സംവരണത്തിന്റെ വിഷയത്തിൽ കേരളത്തിൽ ന്യൂ എത്തിയിസ്റ്റുകൾ എന്ന് വിളിക്കാവുന്ന കേരളത്തിൽ ആ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് യഥാർത്ഥത്തിൽ സി രവിചന്ദ്രനാണ്. നേരത്തെ ഉണ്ടായിരുന്ന യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പലരും പല വിഷയത്തിലും രവിചന്ദ്രനുമായിട്ട് വിയോജിക്കാറ്. സംവരണത്തിന്റെ വിഷയത്തിലും ജബ്ബാർ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ രവീന്ദ്രനോട് വിയോജിച്ചിരുന്നു. രവിചന്ദ്രനിൽ നിന്ന് തന്നെ ഏറ്റവും കടുത്ത സ്ത്രീ വിരുദ്ധമായ പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. അന്നേരത്തും ഇവർക്ക് അത് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലുമൊക്കെ ഇവർ വൻ പരാജയമാണ് എന്നാണ് ക്ലാസിക്കൽ എത്തിയിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ വെറി പിടിച്ച ഒരു കൂട്ടം പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള സമാനതയോ ഭദ്രതയോ ഒന്നുമില്ല. ആകെ ദൈവത്തോടുള്ള വെറുപ്പ് എന്ന ഒരൊറ്റ വികാരം, ദൈവത്തോടുള്ള വെറുപ്പ് എന്ന ഒരൊറ്റ വികാരത്തിൽ ഒത്തുകൂടിയിട്ടുള്ള അസംഘടിതരുടെ ഒരു കൂട്ടം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ പല വിഷയങ്ങളിലും കയറി അഭിപ്രായം പറയുമെങ്കിലും പ്രത്യയശാസ്ത്രപരമായി 4 ഹോഴ്സ്മെന്റെ കാര്യത്തിൽ തന്നെ ഒരു കൃത്യമായ വിലയിരുത്തലുണ്ട്. അതിൽ ഡാനിയൽ ഡെന്നറ്റ് ഒഴിച്ച് മറ്റു 3 പേർക്കും ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താ സാധനം തന്നെ അറിയില്ല. അവരതിലൊക്കെ വിമർശകന്മാരായിരിക്കാം, പക്ഷെ അറിയുക എന്ന ഒരു മൗലികമായിട്ടുള്ള ബാധ്യത ഉണ്ട്. അപ്പൊ ഇത്തരം സംഗതികൾ ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ തത്വശാസ്ത്രപരമായിട്ടുള്ള യാതൊരു അടിത്തറയുമില്ല. അപ്പൊ ചില വികാരങ്ങളുടെ പേരിൽ മാത്രം അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ പറയാം. വളരെ മാരകമായിട്ടുള്ള വർത്തമാനങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ, അമേരിക്കയിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായി. അതിനെക്കുറിച്ചുള്ള റിച്ചർഡ് ഡോക്കിൻസിന്റെ ഒരു പ്രതികരണം ഭീകരമാണ്. അതായത് അഹമ്മദ് മുഹമ്മദ് എന്നൊരു കുട്ടി, ഒരു ആഫ്രിക്കക്കാരൻ മുസ്ലിം കുട്ടി, ആഫ്രിക്കക്കാരൻ മീൻസ് ആഫ്രിക്കൻ അമേരിക്കൻ വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിം കുട്ടി ഒരിക്കൽ അവൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലോക്കുമായിട്ട് സ്കൂളിലേക്ക് വന്നു. അപ്പൊ ക്ലാസ് നടക്കുമ്പോൾ ഇതിന്റെ ടിക് ടിക് ശബ്ദം കേട്ടപ്പോൾ, അപ്പൊ പേരെന്താ? അഹമ്മദ് മുഹമ്മദ്. അപ്പൊ പേര് കേൾക്കുമ്പോൾ വിധിക്കുന്ന സ്വഭാവം ഇന്ത്യക്കാർക്ക് മാത്രമല്ലല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ ശബ്ദമുണ്ട്, അതുകൊണ്ട് ഓ തീവ്രവാദിയാണ്, ഇത് ബോംബാണ്. അങ്ങനെ ബോംബാണെന്നുള്ള തീരുമാനത്തിൽ ഈ കുട്ടിയെ അതാകെ കൂടി പ്രശ്നമായി. അങ്ങനെ സോഷ്യൽ നെറ്റ്വർക്കിലും മാധ്യമങ്ങളിലും ഒക്കെ ചർച്ചയായി. ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് ഡോക്കിൻസ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരിക്കുകയും ചെയ്തു ഈ കുട്ടിക്കെതിരായി. പക്ഷെ 1-2 ദിവസം കൊണ്ട് സംഗതി മനസ്സിലായി, ഇത് ഇവൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേകതരം ക്ലോക്കാണ്. ഇത് മനസ്സിലായതോടുകൂടി സ്കൂൾ അധികൃതർ അസംബ്ലി വിളിച്ച് മീറ്റിംഗ് ഒക്കെ വിളിച്ചു ചേർത്ത് പരസ്യമായിട്ട് മാപ്പ് ചോദിച്ചു. ആ കുട്ടിയോട് ക്ഷമാപണം നടത്തുകയും അങ്ങനെ ആ പ്രശ്നം തീരുകയും. പക്ഷെ ഈ പ്രശ്നം തീർന്നപ്പോഴും റിച്ചാർഡ് ഡോക്കിൻസ് പ്രതികരിച്ചു. അതെങ്ങനെ പ്രതികരിച്ചത്? കാരണം ഈ സംഭവം നടന്നതോടുകൂടി പലരും പറഞ്ഞു, ഒരു കുട്ടിയോട് അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ ചോദിക്കുമല്ലോ. നേരത്തെ ആ കുട്ടിയെ ആക്ഷേപിച്ചവരും പോലും കുട്ടി നിരപരാധിയാണെന്ന് അറിയുമ്പോൾ ചോദിക്കും, ഒരു കുട്ടിയല്ലേ ഒന്നുമില്ലെങ്കിൽ ആ കുട്ടിയോട് അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? പക്ഷെ ഈ സമയത്ത് റിച്ചാർഡ് ഡോക്കിൻസ് എന്താ പോസ്റ്റ് ഇട്ടെന്ന് വെച്ചാൽ, ISIS പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം, പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടുന്ന ഒരു കുട്ടിയുടെ ചിത്രം പോസ്റ്റ് ചെയ്തിട്ട് ഇവനും ഒരു കുട്ടിയാണ്. അയാളുടെ പ്രതികരണം അതായിരുന്നു. ഒന്ന് ആലോചിച്ചോ, ഒരു കുട്ടിയെ അവനുണ്ടാക്കിയ ഒരു ബ്ലോക്ക് ക്ലാസ്സിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ ബോംബാണെന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസം മാനസികമായി പീഡിപ്പിച്ചു. എന്നിട്ട് അവസാനം തെറ്റ് മനസ്സിലാക്കിയിട്ട് സ്കൂൾ അധികൃതർ മാപ്പ് പറഞ്ഞ കേസിൽ റിച്ചാർഡ് ഡോക്കിൻസ് പിന്നെ പ്രതികരിക്കുന്നത് ഇവനും ഒരു കുട്ടിയാണ്, ISIS-കാരുടെ ചിത്രം കൊടുത്തു. ഇങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ. ഇറാഖ് യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടതൊക്കെ സിവിലിയൻസ് ആണ്. ഏത് ആക്രമണത്തിലും പോലെ തന്നെ ഒരു യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ സങ്കേതം ഒരു പട്ടാളക്കാരനായിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും സുരക്ഷ എന്നുള്ളതാണ്
യുദ്ധത്തെ സംബന്ധിച്ച് പറയുന്ന പലരുടെയും നിരീക്ഷണം. കാരണം യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരിൽ 90% സിവിലിയന്മാരെയാണ്. പട്ടാളക്കാർ കുറെ കൂടി സുരക്ഷിതരാണ്. എന്തോ ഇറാഖിൽ ഒരുപാട് സിവിലിയന്മാർ തന്നെയാണ് കൊല്ലപ്പെട്ടത്. പക്ഷെ ആ സമയത്ത് അമേരിക്കയിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് യുദ്ധത്തിനെതിരായിട്ടുള്ള വികാരങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ സാം ഹാരിസിന്റെ പ്രതികരണം ഇത്രയേ മരിച്ചുള്ളൂ, ഇത്രയൊന്നും കൊന്നാൽ പോരായിരുന്നല്ലോ എന്നുള്ളത്, ഇത്രയൊന്നും കൊന്നാൽ പോരായിരുന്നു എന്നുള്ളതായിരുന്നു അയാളുടെ പ്രതികരണം. അപ്പൊ ഇങ്ങനെ അങ്ങേയറ്റം വംശീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് തീവ്ര വലതുപക്ഷത്തിന് സഹായകമായി കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ രവിചന്ദ്രന്റെ നിലപാടുകളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. ഗാന്ധിയെ കുറിച്ചുള്ള നിലപാട്, ഗാന്ധിയെ കുറിച്ച് പലരും വിമർശിക്കാറുണ്ട്. ആ വിമർശനമല്ല ഇവിടെ പ്രശ്നം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് സി രവിചന്ദ്രൻ സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഇവിടുത്തെ വലതുപക്ഷ ശക്തികൾക്ക് കൂടുതൽ ഊർജം പകരുന്ന ഒന്നാണ് എന്നുള്ളതാണ്. പലപ്പോഴും മുസ്ലിങ്ങളെ പറ്റി പറയുന്ന വർത്തമാനം, ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾ തീരെ കൊള്ളരുതാത്തവരാണ്, അവരാണ് ഏറ്റവും കൂടുതൽ അക്രമ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്, അവർക്കാണ് ധാരാളം സമ്പത്തുള്ളത്, അവരാണ് കുറെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്നിട്ടും അവർക്ക് സംവരണവും ആനുകൂല്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ പറയുന്നതിനൊന്നും യാതൊരു തെളിവുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അജണ്ടകളിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ കാലത്തുള്ള ഇസ്ലാമോഫോബിയ, ന്യൂനപക്ഷ വിരുദ്ധത, അതുപോലെ തന്നെ വ്യത്യസ്ത സ്വത്വങ്ങളോടുള്ള അങ്ങേയറ്റത്തെ എതിർപ്പ്, അസഹിഷ്ണുത, സ്ത്രീ വിരുദ്ധത മുതലായിട്ടുള്ള സംഗതികളൊക്കെയും ഇവരുടെ സമീപനങ്ങളിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ തെളിവുകളും അവരുടെ പുസ്തകങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവരാരും ഇവരുടെ നിലപാടുകളൊന്നും തിരുത്താറില്ല. എത്ര തന്നെ കൃത്യമായിട്ട് കണക്കുകൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അതിപ്പോ കേരളത്തിലെ അതിന്റെ ആചാര്യനായിട്ടുള്ള നാസ്തിക ദൈവം ഉൾപ്പെടെയുള്ള ആളുകൾ കണക്കുകളിൽ അബദ്ധം സംഭവിച്ചു, അതുകൊണ്ട് അപ്പറഞ്ഞത് തെറ്റാണ്, ദൈവവിശ്വാസം സ്വീകരിക്കണം എന്നൊന്നുമല്ല, അത് മൗലികമായ ഒരു പ്രശ്നമാണ്. പക്ഷെ അതേസമയം കണക്കുകൾ തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞ നിലപാട് എന്റെ നിഗമനം തെറ്റായിരുന്നു എന്ന് ഇന്ന് വരെ പറഞ്ഞതായിട്ട് എവിടെയും കാണാൻ സാധിക്കും. അപ്പോഴെന്തായാലും വിഷയം നവനാസ്തികതയായതുകൊണ്ടാണ് അതിനെ കുറെ കൂടി പൊളിറ്റിക്കലായിട്ട് സമീപിക്കാൻ ശ്രമിച്ചത്. നാസ്തികത എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു രീതി എന്താണ് എന്നത് ഇവിടെ പ്രത്യേകം പറയേണ്ടതില്ലാത്തത് കൊണ്ട് കൂടിയാകും സംഘാടകന്മാര് നവനാസ്തികതയുടെ വർത്തമാനം എന്ന് തന്നെ ഇതിന് തലക്കെട്ട് വെച്ചത്. തത്വശാസ്ത്രപരമായിട്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. യഥാർത്ഥത്തിൽ നിലപാടുകൾ കൊണ്ടാണ് ക്ലാസിക്കൽ നാസ്തികതയിൽ നിന്നും ഈ പറയുന്ന ന്യൂ എത്തീസം വേറിട്ട് നിൽക്കുന്നത്. ആ നിലപാടുകളാണെങ്കിൽ അങ്ങേയറ്റം പ്രതിലോമപരവുമാണ്. നാസ്തികരായിട്ടുള്ള ധാരാളം സാമൂഹിക പ്രവർത്തകന്മാരും അതോടൊപ്പം തന്നെ നവോത്ഥാന നായകന്മാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നാസ്തികത എന്ന പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു തത്വശാസ്ത്രപരമായ പോയിന്റിൽ അവരും നമ്മളും തമ്മിൽ സംവാദത്തിൽ ഏർപ്പെടുന്നുണ്ട്. സംവാദം എന്ന് പറയുന്നത് നേർക്കുനേരെ മാത്രം നടക്കുന്നതല്ല. സംവാദത്തെ കുറിച്ച് നമ്മൾ അത്തരം തെറ്റിദ്ധാരണകളൊന്നും വെച്ച് പുലർത്തേണ്ടതില്ല. ഒരു സ്റ്റേജിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്നാലേ സംവാദമാകൂ എന്നൊന്നുമില്ല. ലോകത്ത് ഇന്ന് വരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജ്ഞാനങ്ങളും ധാരണകളും ആശയങ്ങളും സിദ്ധാന്തങ്ങളും തമ്മിൽ സംവദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള സംവാദം നാസ്തികരായിട്ടുള്ള ഒട്ടേറെ സാമൂഹിക പ്രവർത്തകരുമായിട്ട് നമുക്കുണ്ട്. എതിർപ്പുകളുണ്ട്, വിയോജിപ്പുകളുണ്ട്. തത്വശാസ്ത്രപരമായിട്ട് അവരിൽ നിന്ന് നമ്മൾ വേറിട്ടാണ് നിൽക്കുന്നത്. അതേസമയം തന്നെ ഈ ലോകത്തെ മനുഷ്യത്വമുള്ള, നൈതികതയുള്ള, ഈ ലോകത്ത് പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യന്മാരുള്ള ഒരവസ്ഥ സൃഷ്ടിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ ലോകത്തെ അപ്രകാരം പരിവർത്തിപ്പിക്കുന്നതിൽ ഇവരൊക്കെ വഹിച്ചിട്ടുള്ള പങ്കുകളെ നാം ഒരിക്കലും വിസ്മരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാമൂഹികമായ സ്ഥാനം അവർ ഉള്ളപ്പോഴും ന്യൂ എത്തീസം പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനല്ല മുതിരുന്നത് എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ സമൂഹത്തെ മനസ്സിലാക്കുന്നതിൽ അവരങ്ങേയറ്റം പരാജയപ്പെട്ടു പോകുന്നത്. ഇപ്പൊ കേരളത്തിലെ നവനാസ്തികരുടെ ജാതിയെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളൊക്കെ വളരെ അബദ്ധമാണെന്ന് മനസ്സിലാക്കണം. ജാതി ഉപേക്ഷിക്കണം എന്നാണ് അവർ പറയുന്നത്. ജാതി ഉപേക്ഷിക്കണം എന്ന് രവിചന്ദ്രൻ പറയുമ്പോൾ പോകുന്ന ഒരു സാധനമല്ല ജാതി. ഇത് കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ ജാതി എന്താണ് എന്നതിനെ കുറിച്ച് ഭാരവാഹം അറിയുന്നവർക്ക് അറിയാവുന്നതാണ്. ജാതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തൂത്ത് മായ്ച്ച് കളയാൻ പറ്റുന്നൊന്നുമല്ല. ഇതാണ് മനസ്സിലാക്കുന്നത്. മതം ഉപേക്ഷിക്കാൻ പറ്റും ഒരാൾക്ക്, പക്ഷെ ജാതി ഉപേക്ഷിക്കാൻ പറ്റില്ല. ജാതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ജനനാൽ കിട്ടുന്നതാണ്, അതങ്ങനെ തന്നെയാണ്, അതിൽ തന്നെയാണ് അവൻ മരിക്കേണ്ടത്. ഈ ഒരു ക്രമമാണല്ലോ നമ്മുടെ ജാതി വ്യവസ്ഥയായിട്ട് അടയാളപ്പെടുത്തുന്നത്. അതേസമയം ജാതിയുമായിട്ട് ബന്ധപ്പെട്ടത് ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ
ജാതിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിൽ അതിന്റെ എല്ലാ സൗകര്യവും കിട്ടുന്നത് സവർണർക്കാണ്. അപ്പൊ ജാതി ഉപേക്ഷിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള ഐഡന്റിറ്റി ഉപേക്ഷിക്കുന്നതോടുകൂടി പ്രിവിലേജ് നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ് നിലനിൽക്കുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇത്തരം യാഥാർത്ഥ്യങ്ങളെ ഒന്നും കാണാൻ തയ്യാറാകാതെയോ അല്ലെങ്കിൽ കാണാൻ സാധിക്കാതെയോ, അങ്ങനെ സാധിക്കണമെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ വേണം, വളരെ കൃത്യമായ ഒരു മെത്തഡോളജി വേണം. അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നുമില്ലാതെ അവർക്ക് തോന്നിയ വിധത്തിലുള്ള വർത്തമാനങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഇർറാഷണൽ ആയിട്ടുള്ള അയുക്തികമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ എല്ലാ വംശീയതകളെയും വലതുപക്ഷ രാഷ്ട്രീയത്തെയും സാമ്രാജ്യത്വത്തെ തന്നെയും അങ്ങേയറ്റം സഹായിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ അങ്ങേയറ്റം സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടുത്തെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ശക്തികളെ അടക്കം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെന്റ് ആയിട്ടാണ് നവനാസ്തികത നിലനിൽക്കുന്നത് എന്നാണ് കാണേണ്ടത്. വിഷയാവതരണത്തിന്റെ സമയം കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയാണ് ഇതിന്റെ കൂടുതൽ ഭാഗം. ഒരു 10 മിനിറ്റോടെ നിർത്തണമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഇതിനെ കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനും നല്ല ചർച്ച നടത്താനും ഒക്കെ ഈ സദസ്സിന് സാധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.